10 മണി കഴിഞ്ഞാൽ എയർപോർട്ടിന്റെ പരിസരത്തുള്ള ഒരു കടകളും തുറക്കാൻ ഈ SP അനുവദിച്ചിട്ടില്ല. കേരളത്തിൽ അങ്ങനെ ഒരു നിയമമില്ല. അപ്പോ ആളുകൾ പോയിക്കൊള്ളണം. പാതിരാത്രിയിൽ കരിപ്പൂർ ജംഗ്ഷൻ തൊട്ട് എയർപോർട്ട് വരെയുള്ള ആ ഒരുപാട് കെട്ടിടങ്ങൾ, ബിൽഡിങ്ങുകൾ ഈ പറയുന്ന സംഘത്തിന്റെ പാതിരാ പ്രവർത്തനത്തിന് സൗകര്യമൊരുക്കി കൊടുക്കാനാണോ? മലപ്പുറം ജില്ലയിൽ ആളും മനുഷ്യനുമില്ലാത്ത ജനവാസം വളരെ കുറഞ്ഞ പ്രദേശമാണ് ഈ എയർപോർട്ട് റോഡ്. അങ്ങനെ ഒരു നിയമം അദ്ദേഹം അടിച്ചേൽപ്പിച്ചിരുന്നെങ്കിൽ അത് എന്താണെന്ന് അന്വേഷിക്കണം. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ ജനങ്ങൾ കേൾക്കാൻ, എങ്ങനെയാണ് ഈ കള്ളക്കടത്ത് നടക്കുന്നത്, എന്താണ് പോലീസിലെ ഇതിന്റെ ഉദ്ദേശം, നിങ്ങൾ കൃത്യമായി കേൾക്കണം. വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് ആര് പിടിച്ചാലും ആ പിടിക്കുന്നവന് അല്ലെങ്കിൽ അത് ഒറ്റിക്കൊടുക്കുന്നവന് സെൻട്രൽ ഗവൺമെന്റിന്റെ 15% റിവാർഡുണ്ട്. ആ 15%, 1 കോടിയുടെ സാധനം ഈ പറയുന്ന കള്ളക്കടത്ത് മുതൽ സൂചിപ്പിച്ചുകൊണ്ട് 15 ലക്ഷം രൂപ ഒരാളും അറിയാതെ, ഇൻകം ടാക്സ് പോലും കൊടുക്കാതെ ആ വ്യക്തിയിലേക്ക് വരികയാണ്. അപ്പോ എല്ലാ ഇന്റർനാഷണൽ എയർപോർട്ടുകളിലും കസ്റ്റംസ് സംവിധാനമുണ്ട്, അവിടെ സ്കാനിംഗ് സംവിധാനമുണ്ട്, അവിടെ പ്രിവെന്റീവ് കസ്റ്റംസ് ഓഫീസേഴ്സ് ഉണ്ട്. കള്ളക്കടത്ത് തടയാൻ വേണ്ടി മാത്രമുള്ള സംവിധാനമാണ്. അപ്പൊ നമ്മുടെ കരിപ്പൂർ ഈ ഇന്ത്യയിൽ തന്നെ പേര് കേട്ട ഒരു ബോംബെയിലായിരുന്നു പണ്ട്. പക്ഷേ കരിപ്പൂർ ഇന്ന് ആ ബോംബെ ഗണത്തിലേക്ക് കള്ളക്കടത്തിന്റെ ഭാഗമായി മാറിയിട്ട് വർഷങ്ങളായി. ഒരുപാട് കേസുകൾ ഉദ്യോഗസ്ഥന്മാരെ പിടിച്ചതും CBI വന്ന് പിടിച്ചതും ഇതിന് കൂട്ടുനിന്നതും ഹെയർ ഹോസ്റ്റസ് കൊണ്ടുവന്നതും ഒക്കെ റിപ്പോർട്ട് ചെയ്തതാണ്, നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോ ഇതിന്റെ അടിസ്ഥാനത്തിൽ കരിപ്പൂർ എയർപോർട്ടിലെ ഈ പറയുന്ന CCTV സർവൈലൻസും അതുപോലെ സ്കാനിംഗ് മെഷീനുകൾ അൾട്രാ മോഡേൺ മെഷീൻസ് ആണ്. ഏതെങ്കിലും ഒരു തരത്തിൽ സ്വർണം ഒളിപ്പിച്ച് പെട്ടിക്കുള്ളിൽ, മെഷീനിന്റെ ഉള്ളിൽ, മറ്റു സാധനങ്ങൾക്കുള്ളിൽ എങ്ങനെ ഒളിപ്പിച്ചാലും അത് സൂം ചെയ്ത് കണ്ടുപിടിക്കാൻ ശേഷിയുള്ള മെഷീനുകളാണ് നമ്മുടെ കരിപ്പൂർ എയർപോർട്ടിലുള്ളത്. സ്വാഭാവികമായും കസ്റ്റംസ് പിടിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ഈ കള്ളക്കടത്തിന് 90% അവർക്ക് പിടിക്കാൻ കഴിയും. പക്ഷെ കഴിഞ്ഞ ഒരു 3 കൊല്ലമായിട്ട് കസ്റ്റംസ് അല്ല സ്വർണം പിടിക്കുന്നത്. കസ്റ്റംസ് വളരെ ചെറിയ ഒരു ശതമാനം സ്വർണം മാത്രമാണ് പിടിക്കുന്നത്. ആരാ സ്വർണം പിടിക്കുന്നത്? ഈ പറയുന്ന സുജിത് ദാസിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസാഫ്. എവിടുന്നാ പിടിക്കുന്നത്? എയർപോർട്ടിന്റെ പരിസരത്തുനിന്ന്, ടോള് കഴിഞ്ഞ് ഇറങ്ങിയാൽ അല്ലെങ്കിൽ എയർപോർട്ടിന്റെ മുറ്റത്തുനിന്ന്. സ്വാഭാവികമായും അവിടുന്ന് ആര് സ്വർണം പിടിച്ചാൽ എന്താ ചെയ്യേണ്ടത്? നേരെ പോലീസ് ഈ തൊണ്ടി മുതലും ഈ പാസഞ്ചറെയും നേരെ കസ്റ്റംസിൽ പ്രിവെന്റീവിൽ കൊണ്ട് ഏൽപ്പിച്ചാൽ മതി. പിന്നത്തെ പണി ആർക്കാം? കസ്റ്റംസിനാണ്. പോലീസുകാർക്ക് എന്ത് കിട്ടി? 15% കിട്ടി. വലിയ പൈസയാണ്. പക്ഷേ കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഈ പോലീസ് ആ പണി ചെയ്യുന്നേ ഇല്ല. സുജിത് ദാസിന്റെ നേതൃത്വത്തിലുള്ള, മാഷ് കേൾക്കണം, സുജിത് ദാസിന്റെ നേതൃത്വത്തിലുള്ള ഈ ഡാൻസ് ആഫ് ടീമിന് ഈ 15% വേണ്ട. ഭയങ്കര രാജ്യസ്നേഹം, മനസ്സിലായോ? രാജ്യത്തിട്ട് അങ്ങ് സ്നേഹിച്ചിട്ട് അവര് നേരെ എന്താ ചെയ്യാം? ആര് പിടിച്ചാലും ഞാൻ ഈ പറഞ്ഞതുപോലെ കസ്റ്റംസ് പ്രിവെന്റീവിനെയാണ് ഏൽപ്പിക്കേണ്ടത്. ആ എയർപോർട്ടിൽ വരുന്ന പാസഞ്ചേഴ്സിനെ കസ്റ്റംസിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ, അവർ സ്ക്രീനിൽ ഈ സാധനം കാണുന്നുണ്ട്, പല 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 തരത്തിലുണ്ട് കേട്ടോ, അതിലൊരു തരമായി പറയുന്നത്. അത് കണ്ടാൽ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് കടത്തി വിടണം. പാസഞ്ചർ എന്ത് കേൾക്കും? അള്ളാ പടച്ചോനെ കഴിച്ചില്ലല്ലോ. അപ്പൊ തന്നെ ഇവന്റെ ബാക്കിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു, അവന്റെ ഡീറ്റെയിൽസ് വാട്സപ്പ് ചെയ്യുന്നു. ഇതൊക്കെ ഇപ്പം അന്വേഷിച്ചാൽ കണ്ടെത്താൻ പോകുന്ന കാര്യങ്ങളാണ്. പുറത്ത് നിൽക്കുന്ന പോലീസിന്റെ ഡാൻസ് ഓഫ് ടീം അടക്കമുള്ള പോലീസുകാർ ചാടി വീഴുന്നു, പിടിക്കുന്നു, നേരെ അങ്ങോട്ട് കൊണ്ടുവന്ന് നേരെ എയർപോർട്ടിലേക്ക് വരുന്നതിന് പകരം
അവിടെ അത് ഡിപ്പോസിറ്റ് ചെയ്ത് അതിൻ്റെ 15% റെസീറ്റും വാങ്ങി കീശയിലിട്ട് പോകേണ്ട പോലീസുകാർ ആ 15% വേണ്ടാന്ന് വെച്ചിട്ട് പുറത്തേക്ക് പോകുന്നു, ഓരോ സെൻറ്ററിൽ പോകുന്നു, ഇവരെ പിടിക്കുന്നു. എങ്ങനെയാണ് പിടിക്കുന്നത്? കള്ള മുതൽ 102 CRPC എന്ന് പറയുന്നത് 102 CRPC എന്ന് പറയുന്നത് കളവ് മുതലിന്റെ തൊണ്ടി റിക്കവറി ചെയ്യുന്നതാണ് 102 CRPC. ആ 102 CRPC കളവ് മുതൽ എങ്ങനെയൊരു കളവ് മുതൽ ഉണ്ടാവുക? കളവ് മുതൽ ഉണ്ടാവണമെങ്കിൽ ആരുടെയും സാധനം കട്ടെടുക്കണം, അതിനൊരു പരാതിക്കാരൻ വേണം. ഇവിടെ ഒരു പരാതിയില്ല. പാസ്പോർട്ട് വിദേശത്ത് നിന്ന് സാധനം അവർ ടാക്സ് വെട്ടിച്ച് കൊണ്ടുവരും, അത് കളവ് മുതലല്ല, ടാക്സാണ് വെട്ടിക്കുന്നത്. ഒരിക്കലും 102 CRPC നിൽക്കില്ല. ഞാൻ കൃത്യമായ ലീഗൽ അഡ്വൈസ് ചോദിച്ചിട്ട് തന്നെ പറയുന്നത്, നിങ്ങൾക്ക് അന്വേഷിക്കാം. എന്നാൽ 102 CRPC പ്രകാരം എന്താ ചെയ്യേണ്ടത്? അതിന്റെ പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഇന്റർനെറ്റിൽ 102 CRPC നോക്കിയാൽ മതി. 102 CRPC പ്രകാരം ഇവരാദ്യം ചെയ്യേണ്ടത് എന്താ? GD എൻട്രി ചെയ്യണം. GD എൻട്രി ചെയ്തിട്ട് ഈ പിടിച്ച ഓഫീസർ ഇമ്മീഡിയറ്റ്ലി, ആ സെക്ഷൻ അങ്ങനെ പറയുന്നത്, സീനിയർ സബോർഡിനേറ്റിനെ ഇൻഫോം ചെയ്യണം. ഇവരാരെ ഇൻഫോം ചെയ്യുന്നു? ഡാൻസ് ഓഫിന് ആരാണ് ഇവിടെ സീനിയർ ഒഫീഷ്യൽ? അത് ഒഫീഷ്യലാണോ? അപ്പൊ സ്വാഭാവികമായും കരിപ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ സാധനം കൊണ്ടുപോകും. രേഖാപരമായിട്ട് കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്ന വേറെ പല സ്ഥലങ്ങളിലാണ്. അതൊക്കെ ഇനി വരുന്ന ടീം അന്വേഷിക്കട്ടെ. അങ്ങനെ 2 കിലോ കൊടുന്നാൽ ഇവർക്ക് എന്താ കിട്ടുക? 1 കിലോക്ക് കിട്ടുന്ന, ഇപ്പോ എനിക്ക് തോന്നുന്നത് നമ്മൾ എവിടെയെങ്കിലും എഴുതി വെച്ചിരുന്നു, 6000 നമ്മൾ ഗ്രാമിന് കൂട്ടിയാൽ തന്നെ 60 ലക്ഷം അങ്ങനെ കൂട്ടാം ആവറേജ്. 2 കിലോ പിടിച്ച് 1,20,00,000. 1,20,00,000 15% എന്ന് പറഞ്ഞാൽ 1 കോടിയുടെ 15 ലക്ഷം, 1 കോടിയുടെ 15% എന്ന് പറഞ്ഞാൽ 15 ലക്ഷം രൂപ അവർക്ക് സ്പോട്ടിൽ അവരുടെ അക്കൗണ്ടിൽ പോവാണ്. അതിന് പകരം ഇത് 50 ലക്ഷം ആക്കാൻ കഴിയുമെന്നാണ് നോക്കുന്നത്. 50 ലക്ഷം ആക്കണമെങ്കിൽ എന്ത് വേണം? ഈ വന്നതിന്റെ 40-50% എടുക്കണം. കസ്റ്റംസിന് ഇത് കൊടുക്കാതെ ഈ കൊണ്ടുവന്ന കാരിയറിൽ നിന്നും, എന്നാൽ ആ പിടിച്ചെടുത്ത സ്വർണം CRPC 102 പ്രകാരം എന്താണ്? ഇമ്മീഡിയറ്റ് സീനിയർ ഓഫീസറെ വിവരം അറിയിച്ചുകൊണ്ട് കോടതിയിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യണം. ആ സാധനത്തിന്റെ രൂപഭാവങ്ങൾ മാറ്റാൻ 102 CRPC അനുവദിക്കുന്നില്ല. അതിന് സുജിത്ദാസ് പറയുന്ന ന്യായം എന്താ? അത് ലിക്വിഡായിട്ട് വരുന്നുണ്ട്, വേറെ പല ഫോർമാറ്റിലും വരുന്നുണ്ട്, പെയിന്റ് അടിച്ച് വരുന്നുണ്ട്, റബ്ബർ മാറ്റിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അപ്പൊ ഇതാരാ പരിശോധിക്കേണ്ടത്? ആ കിട്ടിയ റിക്കവറി ചെയ്ത സാധനം കോടതിയിൽ കൊടുത്തിട്ട് ഇത് സ്വർണത്തിന്റെ ലിക്വിഡാണ് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു, സ്വർണമാണെന്ന ബോധ്യത്തിലാണ് ഇവിടെ ഏൽപ്പിച്ചിട്ടുള്ളത് കോടതിയിൽ. കോടതിയെ പരിശോധനയ്ക്ക് അയക്കേണ്ടത്. ഇത് സ്വർണ്ണാണോ, ഇത് വെള്ളിയാണോ, ഇത് സിൽവറാണോ? അതിന്റെ ഈ 102 CRPCയെ ദുരുപയോഗം ചെയ്യുന്നതിന്റെ മറ്റേ വഴി. എന്നിട്ട് ഇനി ഇതെല്ലാം കഴിഞ്ഞാലും കസ്റ്റംസിന് കൊണ്ടേ കൊടുക്കുക, അതുമില്ല. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, 1 കോടിയുടെ മുതൽ പിടിച്ചാൽ 15% ആ ടീമിന് കൃത്യമായി സെൻട്രൽ ഗവൺമെന്റ് റിവാർഡ് കൊടുക്കുമ്പോൾ ആ റിവാർഡ് വേണ്ട. ഇത് കളവ് മുതൽ ആർക്കെങ്കിലും പൈസ കൊടുക്കും? ഇത് പോലീസുകാരനെങ്കിലും. ഇത് കളവ് 102 CRPCയിലെ കളവ് മുതലാണ് കോടതി കൊണ്ടേ കൊടുക്കുന്നത്. ഒരു പൈസയും കിട്ടില്ല. അപ്പൊ ഈ സാധനം നേരെ കൊണ്ടോട്ടി 2-3 തട്ടന്മാരുണ്ട്. ഒഫീഷ്യൽ തട്ടന്മാരുണ്ട്, അൺഒഫീഷ്യൽ തട്ടന്മാരുണ്ട്. പക്ഷെ അത് കേൾക്കണം, അവിടെ കൊണ്ടുപോയി ഇത് ഉരുക്കി ചെത്തി മിനുക്കി ഇവർക്ക് ആവശ്യമുള്ളത് എടുത്തു മാറ്റി ഇവിടെ വന്നിട്ട് CJM കോടതിയിൽ ഒരു കളവ് കേസിൽ പിടിച്ച സ്വർണ്ണമായിട്ട് എയർപോർട്ടിന്റെ പരിസരത്ത് ലോകത്തെവിടെയും പറഞ്ഞു കേൾക്കുമോ? ലോകത്ത്
3 കൊല്ലം 2 കൊല്ലവും 10 മാസവും ഇവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹം പണി നടത്തി. അദ്ദേഹത്തിൻ്റെ പണിക്ക് കൂട്ടുനിന്ന പല ഓഫീസർമാരെയും വീണ്ടും തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് പത്തനംതിട്ടയിലും SIT-യിൽ NIA-യിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഇത് നിയന്ത്രിക്കുക. ആ പഴയ ആളുകൾ വീണ്ടും തിരിച്ചു കൊണ്ടുപോയിലെത്തിയെത്തിയാണ്. ഇനി ഇതിനൊരു അടിസ്ഥാനമാണല്ലോ, ഇതൊരു ലോജിക്കാണ്. ഏത് ബുദ്ധിയില്ലാത്തവനും ആലോചിക്കാൻ അറിയാം. 1 കോടി രൂപേൻ്റെ സ്വർണം ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്താലും, മഹേഷ് പിടിച്ചാലും, അഷ്കർ പിടിച്ചാലും, പ്രശാന്ത് പിടിച്ചാലും നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കേരളത്തിലെ സുജിത് ദാസിന് വേണ്ട. രാജ്യസ്നേഹം മൂത്തിരിക്കുകയാണ്. കാരണം രാജ്യം ഭയങ്കര പ്രതിസന്ധിയിലല്ലേ, സാമ്പത്തിക പ്രതിസന്ധിയിൽ. അതായിരിക്കും അവർ പക്ഷേ കാരണം. പക്ഷെ അപ്പുറത്തുനിന്ന് ഈ 15 ലക്ഷത്തെ 40 ലക്ഷവും 50 ലക്ഷവും അടിച്ചു മാറ്റിയാണ്. ഒരൊറ്റ കേസിൻ്റെ ഡീറ്റെയിൽസ്. കാരണം നമുക്ക് പ്രശാന്ത് കേൾക്കണം. പ്രശാന്ത് അല്ലല്ലല്ലല്ലല്ലല്ല, നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോയാൽ പറ്റുമോ? എവിടെ പഠിച്ചത്? പ്രശാന്തേ, 21, 22, 23 അല്ല, നിങ്ങൾ കുറെ കേട്ട ആൾക്കാരാണല്ലോ, കേട്ടിട്ട് അന്തം വിട്ട ആളുകളാണ്. എന്താ ഇത് പരിപാടി ഇങ്ങനെ അല്ലേ? സത്യതല്ലേ? ഈ വസ്തുത കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. നമുക്കാർക്കും ഇത് കഴിയില്ല. നമ്മളിത് ഹിന്ദി ചെയ്യാണ്. ഇനി ഇതിന് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വരണ്ട്. ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻ വരുന്ന ആളുകൾക്കില്ല ഹിന്ദ കൊടുക്കുന്നത്. നമ്മളിതിന്റെ പിന്നാലെ ഉണ്ട്. പക്ഷേ ഒരുപാട് ആളുകൾ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടെത്താൻ. ഇപ്പോ 2021, 2022, 2023 സെപ്റ്റംബർ വരെ പിടിച്ച കേസ് എത്ര അറിയാം? എത്ര ഉണ്ടാവും മാഷെ? ഒരു അഭിപ്രായം പറയും. പോലീസ് പിടിച്ച സ്വർണ്ണ കേസ് ഈ 2 ജില്ലകളിനടുക്ക് അത് ഒരു കസ്റ്റംസിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് വേറെ അഡ്ജസ്റ്റ്മെന്റ്. ഞാൻ വേറെ പറയാം. കസ്റ്റംസിന് റിപ്പോർട്ട് ചെയ്യാത്ത കേസുകൾ 156 പേര്. 156. ഒരു ചെറിയ കണക്ക് നമ്മൾ കൂട്ടി വെക്കാം. 3 കിലോ ആവറേജ് കൂട്ടുക. 10 കിലോ, 5 കിലോ, 25 കിലോ, 10, 8 ഒക്കെ ഉണ്ട്. മിനിമം വേറെ മിനിമത്തിൽ നമ്മൾ നിന്ന് കണക്കൂട്ടിയാൽ 156 കേസ് അവർ ബുക്ക് ചെയ്യുമ്പം 3 കിലോ വെച്ച് നമ്മൾ കൂട്ടിയാൽ 468 കിലോ. വളരെ വളരെ കുറച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ. 468 കിലോ. 468 കിലോ എന്ന് പറഞ്ഞാൽ 468 × 1000, അതാണ് ഗ്രാം. 1 ഗ്രാമിന് ഇന്നത്തെ സ്വർണത്തിന്റെ ആവറേജ് പ്രൈസ് 6250 രൂപ. ഈ 6250 രൂപ ഇട്ടിട്ട് 4,68,000 ഗ്രാം, അതാണ് ഈ 468 കിലോ എന്ന് പറയുന്നത്. 6250 ഗ്രാമിനിട്ട് നമ്മൾ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന പ്രൈസ് എത്രയറിയാം? 292 കോടി. അത് അവർക്ക് ഇതിന്റെ ഒരു 40%, മറ്റ് 15% ആണെങ്കിൽ അവർക്ക് ഒരു 45 ലക്ഷം കിട്ടും, 45 കോടി കിട്ടും. അത് പിടിച്ചു കൊടുത്തിരിക്കുകയാണെങ്കിൽ മനുഷ്യൻ മനസ്സിലായോ? 15% കൂട്ടുകയാണെങ്കിൽ 300 കോടി, 292 കോടി ഉണ്ട്. അതിൻ്റെ ഒരു ആവറേജ് നമ്മൾ എടുത്താൽ അവർക്ക് 15 × 3 കോടിയിൽ നിന്ന് 300 കോടിൻ്റെ 5% 45 കോടി കിട്ടും. ഇപ്പം ഈ അടിച്ചു മാറ്റിയ സ്വർണത്തിൻ്റെ 40% ഇപ്പോൾ നമ്മൾ ഈ കൂട്ടിയ ആവറേജ് കണക്കിൽ 290 ഏകദേശം 118 കോടി റുപ്യാണ് ഈ 2.5 കൊല്ലം 2.25 കൊല്ലത്തിനുള്ളിൽ അടിച്ചു മാറ്റിയിട്ടുള്ളത്. അതെങ്ങനെയാണെന്നായിരിക്കും നിങ്ങളെ ചോദ്യം. ഇനിയിപ്പോൾ അതിന് ഒറ്റ കേസ് നിങ്ങളുടെ എന്താ പറയുക, ഈ എന്താണ് അന്വേഷണാത്മക പത്രപ്രവർത്തനം നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കേസ് പോലീസ് FIR നമ്പർ 558/22 ഒന്ന് നോട്ട് ചെയ്തേക്കും. ഇങ്ങനെ ഇന്റർനെറ്റിൽ സാധനങ്ങൾ കിട്ടും. 558/22 2022 കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ, മലപ്പുറം ജില്ല. അത് അടിച്ചാൽ നമുക്ക് ഇന്റർനെറ്റിൽ ആ കേസിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് വളരെ രസകരമായ കേസാണ്. അതിലേറ്റവും അട്രാക്ഷൻ തോന്നിയൊരു സാധനം പുറത്തു കൊടുക്കുമ്പോൾ നമ്മളെ ഈ പരിശോധനയിൽ നിങ്ങൾ കേട്ടോ, ഇതിൽ 5 പ്രതികളാണുള്ളത്. ഒരു സഹീർ, ഒരു മുഹമ്മദ് സഹദ്, ഒരു അമീന്, പിന്നെ നല്ലൊരു കഥാപാത്രം. ഈ സ്വർണം കൊടുന്ന ഒരു സ്ത്രീയാണ്, പാവം, ദീന വത്സൻ. പള്ളിക്കുന്നത്ത് ഹൗസ്, ബീനാച്ചി പോസ്റ്റ്, വയനാട് സുൽത്താൻ ബത്തേരി. ബീനാച്ചിയിലാണ്.
ഒരു മിനിറ്റ് അതൊന്ന് വായിച്ചത്, നിങ്ങളിതൊന്ന് കേൾക്കണം. നമ്മളെ ബഹുമാനപ്പെട്ട ADGPൻ്റെയും സുജിത്താസിൻ്റെയും ഏറ്റവും ഗുഡ് ഫെയ്ത്ത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണം. ഇൻഫർമേഷൻസ് കണ്ടൻസ് FIR ഉള്ളടക്കം 22/12/2022 തീയതി 8:30 മണിക്ക് കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ട് ദുബായിൽ നിന്നും IX 344 എയർ ഇന്ത്യ വിമാനത്തിൽ വന്നിറങ്ങിയ യാത്രക്കാരായ അഞ്ചാം പ്രതിയുടെ കൈവശം പ്രവാസിയായ സുബൈർ എന്നയാൾ വിദേശത്ത് നിന്നും കൊടുത്തയച്ചതായ 145.9 ഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു 16-17 പവൻ. ഈ പാവം സ്ത്രീ അതിന്റെ ശരീരത്തിൽ അണിഞ്ഞിരുന്ന ആഭരണമാണെന്നതിന് ബാക്കി വായനയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിടിച്ചിരിക്കുന്നവർ കൊടുത്തിരിക്കുന്നത് 145.50 ഗ്രാം തൂക്കമുള്ള സ്വർണ്ണാഭരണങ്ങൾ അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന് സുബൈറിന്റെ പ്രതിനിധിയെ ഏൽപ്പിക്കുന്ന സമയത്ത്, സുബൈറിനെ ഗൾഫിൽ നിന്ന് കൊടുത്തു വിട്ടാലേ വരാം. സുബൈർ പ്രതിനിധി ഇവിടെ വാങ്ങിപ്പോവല്ലോ, ഷീസ് എ കാരിയർ ഉള്ളി. വിദേശത്ത് നിന്നും കൊടുത്തയച്ച 150 ഗ്രാം വരുന്ന സ്വർണ്ണ ആഭരണങ്ങൾ അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന് സുബൈറിന്റെ പ്രതിനിധിയെ ഏൽപ്പിക്കുന്ന സമയത്ത് അതായത് ഈ പെണ്ണ് വന്ന് കസ്റ്റംസിൽ നിന്ന് കടന്ന് പുറത്ത് നിൽക്കുന്ന ഇതിന്റെ ഉടമസ്ഥന്റെ ഏജന്റ് അവർക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ അങ്ങനെ വിശദീകരിക്കുന്നത്, പ്രതിനിധിയെ ഏൽപ്പിക്കുന്ന സമയത്ത് കൂട്ടായ കവർച്ച ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത്. അത് നിങ്ങൾ ഈ പറയുന്ന പൊട്ടിക്കൽ, അവിടുന്ന് കടത്തിക്കൊണ്ടുവന്ന് ഒരു ടീമിൽ നിന്ന് വേറെ ടീം അടിച്ചു മാറ്റി പോവുക, പൊട്ടിക്കൽ. ഇതൊരു പൊട്ടിക്കലാണ്. 1 മുതൽ 5 കൂടിയ പ്രതികളുടെ ഏൽപ്പിക്കുന്ന സമയത്ത് കൂട്ടായ കവർച്ച ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടി 1 മുതൽ 5 പ്രതികൾ കുറ്റകരമായ ഗൂഢാലോചന നടത്തി 120B. അപ്രകാരം കവർച്ച നടത്തുന്നതിനായി 1-ാം പ്രതിയുടെ നേതൃത്വത്തിൽ KL 58K 5723 നമ്പർ കാറിൽ 1 മുതൽ 4 കൂടിയ പ്രതികൾ ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയതായും ഈ കാര്യത്തിന് 1 മുതൽ 5 കൂടിയ പ്രതികൾ കുറ്റകരമായ മുന്നൊരുക്കവും ഗൂഢാലോചനയും നടത്തി പരസ്പരം ഉത്സാഹികളായി പ്രവർത്തിച്ചു എന്നും ഇത്രയാണ് ഇതിനെ FIRന്റെ ചുരുക്കം. FIRന്റെ ചുരുക്കം ഇതിലുണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്ത്രീ വരുന്നുണ്ട്, അവര് വലിയ സ്വർണ്ണമായിട്ട് വരുന്നുണ്ട്. ആ സ്വർണം തട്ടിയെടുക്കാൻ വരികയാണ്. 145 ഗ്രാമേ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് 5 ആളുകൾ വയനാട്ടിൽ നിന്നും കോഴിക്കോട് നിന്നും വരികയാണ്. കഥ വേറെ സ്ഥലത്ത് മാറുകയാണ്. ഇത് എന്താ ഈ നൊട്ടോറിയസ് ക്രിമിനൽ എന്ന് ഞാൻ അങ്ങനെ പറയുന്നത്? ഇനി ഈ ചങ്ങാതിയിൽ നിന്ന്, ഈ സുജിത്താസിൽ നിന്നും, ഈ ഡാൻസ് ആപ്പിൽ നിന്നും ഈ പറയുന്ന നൊട്ടോറിയസ് ക്രിമിനലായ ADGP അജിത് കുമാറിലേക്ക് ഈ സംഗതി, ഈ ചെയിൻ എത്തിക്കാനുള്ള ഉത്തരവാദിത്തം ഇവിടെ ഇത് അന്വേഷിക്കുന്ന പോലീസ് ഓഫീസർമാർക്കാണ്. ആ പണി നമുക്ക് എടുക്കാൻ കഴിയില്ല. ഇങ്ങനെ ഒരു ക്രിമിനൽ സംഘം 153 കേസ് സ്വർണം പിടിച്ച് ഈ 3 കൊല്ലം ഇവിടെ വിരാജിച്ച് ഈ കോടികൾ അടിച്ചു മാറ്റുമ്പം ഒരു DGPയുടെ നേരിട്ടുള്ള ഇന്റലിജൻസ് ഇല്ല ഇവിടെ. അവർക്ക് എന്താ പണി? എന്താ ഇന്റലിജൻസ് അറിയാതെ പോയത്? അപ്പൊ ഒരു DGPയുടെ ഉത്തരവാദിത്തത്തിൽ ഒരു പരിപൂർണമായ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ നടക്കുമോ? നിങ്ങൾക്ക് ചുരുക്കി വായിക്കും, നിങ്ങൾ കുറച്ച് ഇരിക്കേണ്ടി വരും. അല്ല, ഇത് കേരളം കേൾക്കേണ്ട കാര്യമല്ലേ? ഈ സാധനം കണ്ടെടുത്തിട്ടുള്ള സീസർ മാസ്റ്ററാണ്. അറിയാലോ സീസർ മാസ്റ്റർ? കോടതിയിൽ ഈ പോലീസ് കൊടുത്ത സീസർ മാസ്റ്റർ 22/12/2020 കാലത്ത് 8 മണിക്കോടുകൂടി ദുബായിൽ നിന്ന് വരുന്ന IX 344 എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങുന്ന ഒരു യാത്രക്കാരി അനധികൃതമായി സ്വർണം കൊണ്ടുവരുന്നുണ്ടെന്നും ആയത് വാങ്ങാൻ വരുന്നയാൾക്ക് കൊടുക്കുന്ന സമയം വാങ്ങാൻ വരുന്ന ആളിൽ നിന്നും സ്വർണം തട്ടിയെടുത്ത് കവർച്ച ചെയ്യുന്നതിനായി KL 58 നമ്പർ കാറിൽ സഹീർ എന്ന ആളുടെ നേതൃത്വത്തിൽ ഒരു കവർച്ചാ സംഘം യാത്രക്കാരിയുടെ അറിവോടുകൂടി വരുന്നുണ്ട് എന്ന്. അതായത് ഈ യാത്രക്കാരി തന്നെയാണ് തട്ടിയെടുക്കാതെ വിവരം കൊടുക്കുന്നത്. അങ്ങനെ ചെറിയ പണിയുണ്ട്. അതായത് ഞാൻ കാരിയറായിട്ട് വരികയാണ്, എനിക്കൊരു 10,000, 25,000, 50,000 അതിന് കിട്ടുക. അപ്പം ഞാൻ ഈ തട്ടിയെടുക്കൽ സംഘത്തിന് ഞാൻ തന്നെ വിവരം കൊടുക്കണം. ഞാൻ അങ്ങനെ സ്വർണ്ണമായിട്ട് വരുന്നുണ്ട്, ഇന്ന സ്ഥലത്തുള്ള റിസീവ് ചെയ്യും, അപ്പം നിങ്ങൾ അവിടെ നിന്ന് തട്ടിക്കോ. അത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെ ഈ സ്ത്രീ തന്നെ ആ വിവരം കൊടുത്തു എന്നാണ് ഇതിൽ പറയുന്നത്. അങ്ങനെ നടക്കാറുണ്ട്. കാരണം ഈ 50,000-ന് പുറമെ ആ സ്ത്രീക്ക് അല്ലെങ്കിൽ ആ കാരിയർക്ക് 4-5 ലക്ഷം കൂടി കിട്ടും.
അപ്പോൾ അവർ തന്നെ ഒറ്റു. അപ്പോൾ ഇത് ആ ഒരു സ്റ്റൈലിലാണ് ഇതെന്നാണ് പോലീസ് പറയുന്നത്. KL 57 നമ്പർ കാറിൽ സഹീർ എന്ന നേതൃത്വത്തിൽ ഒരു കവർച്ചാ സംഘം യാത്രക്കാരിയുടെ അറിവോടുകൂടി വരുന്നുണ്ടെന്നുള്ള രഹസ്യ വിവരം ലഭിച്ചതിൽ മുരളീധരൻ പോലീസ് സബ് ഇൻസ്പെക്ടർ കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ, അബ്ദുൾ ജലീൽ പോലീസ് സബ് ഇൻസ്പെക്ടർ 2 സൈമാരെ പോയി കടത്തികൾ കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ, CPO 5496 സന്ദീപ്, എയർപോർട്ട് ഹെഡ് പോസ്റ്റ് ഡ്യൂട്ടിയിലുള്ള SCPO 4692 പ്രതാപ്, CPO ഭവിത, ഒരു ലേഡി ഓഫീസർ. ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ എന്താ ചെയ്യേണ്ടത് ആദ്യം അറിയും. ലീഗലായിട്ട് എന്താ ചെയ്യേണ്ടത്? ആ അതോറിറ്റിക്ക് വിവരം ഒരു കൊടുക്കുക വേണ്ടത്. പോലീസിന് ഇങ്ങനെ ഒരു വിവരം കിട്ടിയാൽ ആ ഇൻഫർമേഷൻ അപ്പം പ്രിവെന്റീവ് ഡിപ്പാർട്ട്മെന്റിന് കസ്റ്റംസിന് കൈമാറണം. അതാണ് ഇവരുടെ ഡ്യൂട്ടി. അത് ഇതിലൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ എന്നിവരെ എയർപോർട്ടിൽ പാർക്കിംഗ് ഏരിയയിലും അറൈവൽ 0 പോയിന്റ് ഇങ്ങനെ വന്നു വരാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് അന്വേഷിച്ച് അപ്പോൾ ഈ വരുന്ന ആളുകളെ പോലീസ് പിടിക്കുകയാണ്. ഇത് തട്ടിക്കൊണ്ടാൻ വരുന്ന ആളുകൾ കൈ കാണിച്ച് നിർത്തി പരിശോധനയിൽ 4 പേരെ കാണുകയും അവരുടെ വരാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് അന്വേഷണത്തിൽ യാത്രക്കാരിയെ കൂട്ടാൻ വന്നതാണെന്ന് പറയുകയും എന്നാൽ യാത്രക്കാരിയുടെ പൂർണ്ണ വിവരങ്ങൾ പറയാൻ കഴിയാത്തതും പരസ്പര വിരുദ്ധമായി സംസാരിക്കുകയും ഇതിനിടയിൽ കാറിലുണ്ടായിരുന്ന കറുത്ത അടിച്ച ഒരാളും നീല കളർ ഷർട്ട് ധരിച്ച താടിയുള്ള ഒരാളും കാറിൽ നിന്നിറങ്ങി ഓടിപ്പോവുകയും ടിയാന്മാരെ പിന്തുടർന്നിലും പിടികൂടാൻ സാധിക്കാതെ വരികയും തുടർന്ന് വാഹനം ഓടിച്ചയാളെയും കൂടെയുള്ള ആളെയും വാഹന സഹിതം ഹെഡ് പോസ്റ്റിലെത്തിച്ച് പേരും വിലാസവും ചോദിച്ചതിൽ സോൻ മുഹമ്മദ് ജംനാസ് മാളിയക്കൽ ഹൗസ് ഇങ്ങനെ വന്നിട്ട് സിദ്ദീഖ് വെള്ളമശ്ശേരി മൊബൈൽ നമ്പർ എന്ന് പേരും വിലാസവും പറയുകയും ഓടിപ്പോയ ആളെക്കുറിച്ച് ചോദിച്ചാൽ അതിൽ കറുത്ത തടിച്ച ആൾ അരീക്കോട് സ്വദേശി സോൻസോ ആണെന്നും മറ്റേയാൾ ടീഷർട്ട് ധരിച്ച ആൾ താടിയുള്ള ആൾ സഹീറിന്റെ സുഹൃത്താണെന്നും മൊഴി നൽകി. ഞാൻ ഷോർട്ടായിട്ട് വായിക്കാം, മീനിലേക്ക് പോവാണ്. എന്നയാളും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ടിയാന്മാരെ ചോദ്യം ചെയ്തതിൽ നിന്നും മൊബൈൽ ഫോൺ നമ്പർ പരിശോധിച്ചതിൽ നിന്നും സ്വർണം കൊണ്ടുവരുന്ന ദുബായിലുള്ള സ്ത്രീ ദുബായ് ഫെസ്റ്റിലാണ് വരുന്നത്, ദുബായ് ഫ്ലൈറ്റിലാണെന്ന് വരുന്നതെന്നും സുൽത്താൻ ബത്തേരി സ്വദേശി ഡീനയാണെന്നും കൊടുത്തയച്ച കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ അവർ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ വന്ന് ഏകദേശം വിമാനത്തിൽ യാത്രക്കാരിയെ തിരിച്ചറിയാവുന്ന മുഹമ്മദ് സാദ് കെ എന്നയാൾ എയർപോർട്ടിലെത്തി യാത്രക്കാരിയെ വരുന്നത് നിരീക്ഷണം നടത്തി 9:30 മണിയോടുകൂടി എയർ ഇന്ത്യ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങി. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി യാത്രക്കാരി പുറത്തു വന്നു. ടിയാരിയെ കണ്ട് തിരിച്ചറിഞ്ഞ പേരും വിലാസവും ചോദിച്ച ഡീൻ വത്സൻ, ഡോക്ടർ ഓഫ് വത്സൻ, 66 വയസ്സ്, പള്ളിക്കുന്ന് ഹൗസ്, ബീനാച്ചി എന്ന അഡ്രസ്സാണെന്ന് മനസ്സിലാക്കുകയും ടിയാരിയോട് സ്വർണം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചതിൽ പോലീസ് വയ്ക്കുക. ടിയാരി കൂടുതൽ പറയുകയും ചെയ്തതിൽ ടിയാരിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് ഹെഡ് പോസ്റ്റിൽ കൊണ്ടുവന്ന് പിന്നെ അങ്ങനെ ചോദ്യം ചെയ്യാണ്. നിയമാനുസൃതം ഡിക്ലെയർ ചെയ്ത് ടാക്സ് അടച്ചിട്ടുണ്ട് വെച്ചില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പരിശോധിച്ച് വന്നതിൽ അയാളുടെ പ്രതിനിധിക്ക് ഇവിടെ വെച്ച് കൈമാറാനാണെന്ന് പറഞ്ഞ് തുടർന്ന് സ്വർണ്ണാഭരണങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ കിറ്റിലെ ത്രാസിൽ വെച്ച് നോക്കിയപ്പോൾ 155 ഗ്രാം 145 ഗ്രാം 9 ഗ്രാം തൂക്കമുള്ള ടിയാരിയുടെ കവർച്ച മുതൽ, അതായത് ഈ 145 ഗ്രാം ഈ സ്വർണം കൊണ്ടുവരാൻ ഭയങ്കര കള്ളക്കടത്തല്ലേ. ഏത് പാസഞ്ചർക്കും 120 ഗ്രാം കൊണ്ടുവരാം, നിയമമാണ്. നമ്മുടെ എല്ലാ സഹോദരിമാർ വരുമ്പോഴും സ്വർണമുള്ളവർ 15 പവനും 12 പവനും 17 പവനും 20 പവൻ വരെ കസ്റ്റംസ് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഈ സാധു സ്ത്രീ കൊണ്ടുവന്നിരിക്കുന്ന ഇവരത് കൊണ്ടുവന്നല്ല കേട്ടോ, കൊണ്ടുവന്ന് വേറെ, അത് ഞാൻ വേറെ പറയാം. കമ്പനിയുടെ മൊബൈൽ ഫോൺ ഇതൊക്കെ പിടിച്ചെടുത്തിട്ട് പിന്നെ ഇവർ ബന്ധോസിലെടുക്കുന്ന തയ്യാറെടുക്കുന്ന സീസർമാർ മുതൽ വിവരങ്ങൾ പൊന്നു മഹാശക്തികൾക്ക് 60.6 ഗ്രാം തൂക്കമുള്ള സ്വർണ്ണ പാദസരം ആ സ്ത്രീന്റെ കാൽമല്ലതാണ്. 34.9 ഗ്രാമുള്ള ഒരു മോതിരം, 50.3 ഗ്രാം തൂക്കമുള്ള ഒരു മാല. ഇത്രയാണ് സ്വർണം. ഇതെല്ലാം കൂടെ ഈ 50.3 34.9 60.6 കൂട്ടിയാൽ ഈ പറയുന്ന 145 ഗ്രാം. പിന്നെന്താ ഉള്ളത്? കറുത്ത നിറത്തിലുള്ള ഒരു തുണി കൊണ്ടുള്ള സഞ്ചി. എന്തിനാ എത്ര കറുത്ത നിറത്തിന്? അപ്പൊ ഇത് ഈ 14 പവന് ആ സഞ്ചിയിലിട്ട് കെട്ടി, അതിന്റെ തെളിവാണ് ഇത്. ഈ സ്ത്രീ ശരീരത്തിലിട്ട് വന്നതാണ്, ശരീരത്തിൽ ആ സാധാരണ വന്ന, പക്ഷെ അവരുടെ കയ്യിൽ സ്വർണ്ണുണ്ട്, അവർ കാരിയറായിട്ട് വന്ന. അങ്ങനെ ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്യുന്നു, ഇവിടെ കോടതിയിൽ ഹാജരാക്കുന്നു. 145 ഗ്രാം വെയിറ്റ് ചെന്നപ്പം കോടതിയിൽ നിന്ന് മജിസ്ട്രേറ്റാണ് ചോദിച്ചത് നടന്നത് എന്ത് കേസാണ്. ഒന്നത് കളവ് കേസാ. ഇവർക്ക് കളവേ എടുക്കാൻ പറ്റില്ല. കളവ് എപ്പോഴും നമ്മൾ കട്ടുകൊണ്ടുവരുമ്പോൾ അതിനൊരു പരാതി ഉണ്ടാവും, ഒരു പെറ്റീഷൻ ഉണ്ടാവും. 102 CRPC. ഇത് എന്ത് ഒരു സ്ത്രീ യാത്ര ചെയ്യുമ്പം അവർ ധരിച്ച
അവരുടെ ആഭരണമല്ലേ എന്ന് മജിസ്ട്രേറ്റ് നേരിട്ട് ചോദിച്ചത്. ഇതാണ് നമ്മളുടെ ഒരു വലിയ കേസ്. ഇതിൽ സംഭവിച്ചെന്താ പറയുക, നിങ്ങൾ ഏകദേശം 5-8 കിലോ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു സ്ക്രീനിൽ. അവിടെ സൈക്കിൾ രൂപത്തിൽ സ്വർണം വരുന്നുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ മെയിൻ ഫ്രെയിമുകൾ ആ ട്യൂബിൽ ഇതൊക്കെ സ്വർണത്തിൽ നിർമ്മിച്ചിട്ട് ഈ പറഞ്ഞ പോലെ സൈക്കിളിൻ്റെ വീലും ചെറിയ ചെറിയ കുട്ടികളുടെ സൈക്കിള്, പ്ലേ സൈക്കിൾ, അതിൽ പെയിൻ്റൊക്കെ അടിച്ചിട്ട് കൊണ്ടുവന്നാണ്. അതാണ് ഇൻഫർമേഷൻ. അതൊന്നായിട്ട് വിഴുങ്ങി, ഒരു സൈക്കിൾ തന്നെ വിഴുങ്ങി. നിങ്ങൾ നോക്കണം, 145 ഗ്രാമിൽ എങ്ങനെ കേസെടുക്കും? ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വരട്ടെ. ഇത് ഇനി PV അൻവറിന് ഇനി ഇത് തെളിയിക്കാൻ കഴിയില്ല. മനസ്സിലായോ? എത്ര കേസ്? ഈ 156 കേസും ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഈ കൊണ്ടുവന്ന ആളുകളെ മാത്രം വിളിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താൽ മതി. എത്ര സ്വർണ്ണം അവർ കൊടുത്തത്, എത്രയാണ് കൊടുത്തത്? കൊണ്ടോട്ടിയിലെയും പരിസരത്തെയും സ്വർണ്ണ തട്ടന്മാരെ പിടിച്ച് പരിശോധിച്ചാൽ മതി. അപ്രൈസർ ഉണ്ണി കോടാനോ കോടീശ്വരനെ അതെങ്ങനെ അന്വേഷിച്ചാൽ മതി. ഇതാണ് ഈ കള്ളക്കടത്തിന്റെ ഒരു സൂചന.